നമസ്കാരം, ഇത് IBN മലയാളം. ഈ അവധിക്കാലത്ത് 2 മുതൽ 8 വയസ്സ് വരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ്. കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ 8 മുതൽ ആരംഭിക്കുന്നു. സോളിഡാരിറ്റിയുടെയും ISOയുടെയും നേതൃത്വത്തിൽ ഇന്ന് വഖഫ് ബില്ലിനെതിരെയുള്ള പ്രതിഷേധത്തിൽ കണ്ടത് ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസനുൽ ബന്നയുടെയും ഹമാസ് സ്ഥാപകൻ അഹമ്മദ് യാസീന്റെയും ഹമാസ് ഭീകരവാദി യഹിയ സിൻവാറിന്റെയും പ്ലക്കാർഡുകളാണ്. അവർക്കെന്താണ് ഇവിടെ കാര്യമെന്ന് നിഷ്കളങ്കർക്ക് തോന്നാം. വഖഫ് ബില്ലിന്റെ അന്തരീക്ഷത്തിൽ അത്യന്തം ആപത്കരമായ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സ്ഥാപിച്ചെടുക്കുക എന്നത് തന്നെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ ലക്ഷ്യം. മുസ്ലിം ബ്രദർഹുഡും ഹമാസ് ഭീകരരും അതിന് നല്ലൊരു ടൂളാണ്. വോട്ടിനു വേണ്ടി ഹമാസിനെ പാടിപ്പുകഴ്ത്തുന്നവരും അവരുടെ മരണാരാധനയുടെ പ്രൊപ്പന്റയിൽ വീഴുന്നവരും തലയുടെ മുകളിൽ തൂങ്ങുന്ന ഇരുതല മൂർച്ചയുള്ള മത തീവ്രവാദത്തെയാണ് തഴുകിത്തലോടുന്നത്. ലോകമെങ്ങുമുള്ള ഇസ്ലാമിക തീവ്രവാദം ആളിക്കത്തിക്കുന്നതിൽ ഇന്ധനമായത് സെയ്ദ് ഖുതൂബിന്റെ രചനകളാണ്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറിനെ വധിച്ച കുറ്റത്തിന് ഈജിപ്തിൽ ഇയാളെ തൂക്കിലേറ്റിയായിരുന്നു. ഇയാളുടെ ഇളയ സഹോദരൻ മുഹമ്മദ് ഖുദൂബ് പിന്നീട് ഒസാമ ബിൻ ലാദന്റെ ഉപദേഷ്ടാവായി മാറി. ഇപ്പോൾ ഖുദൂബിസം എന്നറിയപ്പെടുന്ന സയ്യിദ് ഖുദൂബിന്റെ വീക്ഷണങ്ങളാണ് ഒസാമ ബിൻ ലാദൻ, ഹുറുല്ല ഖൊമേനി തുടങ്ങിയ തീവ്രവാദികളുടെ വിശ്വാസങ്ങളെ സ്വാധീനിച്ചത്. ഇതുകൂടാതെ ഇസ്ലാമിക മതസാഹിത്യത്തിന് സയ്യിദ് ഖുദൂബ് നൽകിയ വ്യാഖ്യാനങ്ങളാണ് ഐസിസ്, അൽ ഖ്വയ്ദ, താലിബാൻ, ബോക്കോ ഹറാം, അൽ ഷബാബ്, അബു സയാഫ് തുടങ്ങിയ ഗ്രൂപ്പുകളെയും അവരുടെ അനുബന്ധ സംഘടനകളെയും പോഷിപ്പിച്ചിരിക്കുന്നത്. വിമാനത്താവളങ്ങൾ പോലെ അതീവ സുരക്ഷാ മേഖലകളിൽ പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും പാടില്ല എന്ന നിയമം അറിഞ്ഞുകൊണ്ടാണ് സോളിഡാരിറ്റി പരിപാടി പ്ലാൻ ചെയ്തത്. പോലീസ് ഇടപെട്ടാൽ അതിവിടുത്തെ സർക്കാരിന്റെ തോളിൽ വെച്ച് ഇരവാദം മോങ്ങാം. കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും ഒരേപോലെ പ്രതിക്കൂട്ടിൽ നിർത്തി വർഗീയത കത്തിച്ച് കേരളത്തിലെ സമാധാന കക്ഷികളായ ഭൂരിപക്ഷ മുസ്ലിങ്ങളെയും പാൻ ഇസ്ലാമിസത്തിന്റെ കുടയിൽ നിർത്താം. അതിതീവ്ര വലത് നിലപാടുള്ള ഇത്തരം ആശയങ്ങളുടെ പുറകെ പോകുന്ന കേരളത്തിലെ ഇടതർ ഇതൊന്നും കണ്ടുപഠിക്കില്ല. ന്യൂസ് ഡെസ്ക് IBN മലയാളം.